समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुण्ड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। കേരളത്തിൽ നിന്നും ജോലി തേടി അന്യനാടുകളിലേക്ക് മലയാളികൾ പോയി തുടങ്ങിയിട്ട് കാലം ഏറെയായി. അപ്രകാരം അന്യനാടുകളിൽ എത്തിച്ചേർന്ന മലയാളികൾ ഭൂരിഭാഗവും അവിടെ തന്നെ സ്ഥിരമാവുകയും ചെയ്തു. അന്യനാടുകളിൽ താമസിക്കുന്ന മലയാളികളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് കേരളീയ ക്ഷേത്രാന്തരീക്ഷവും ആരാധനാരീതികളും. തങ്ങൾക്കും തങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഈ ഓർമ്മകൾ അന്യമാവാതിരിക്കാൻ അവർ എത്തിച്ചേർന്ന സ്ഥലങ്ങളിലെല്ലാം കേരളീയ താന്ത്രിക വിധിപ്രകാരമുള്ള ക്ഷേത്രങ്ങൾ പണിതു. ഈ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാരായി കേരള ബ്രാഹ്മണരെ കൊണ്ടുവരികയും ചെയ്തു. അപ്രകാരം ഏതാണ്ട് 1000-ഓളം നമ്പൂതിരി ശാന്തി ജീവനക്കാർ കേരളത്തിനു പുറത്ത് ശാന്തിവൃത്തി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഏതാണ്ട് അരനൂറ്റാണ്ടാകുന്നു നമ്പൂതിരിമാർ മുംബൈയിലേക്ക് ശാന്തി പ്രവൃത്തിക്കായി പോയി തുടങ്ങിയിട്ട്. പരസ്പര ബന്ധമില്ലാതെ പലയിടങ്ങളിലായി വിഘടിച്ചു കഴിയുന്ന ഈ പ്രവാസി ശാന്തിക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി മുംബൈയിൽ ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ബ്രഹ്മസ്വം. ബ്രാഹ്മണ ശാന്തി വെൽഫെയർ അസോസിയേഷൻ മുംബൈ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഏതാണ്ട് 40 വർഷത്തോളമായി മുംബൈയിലും പരിസരങ്ങളിലും ധാരാളം മലയാളി ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 40 വർഷത്തോളമായി മലയാളി ബ്രാഹ്മണർ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ പൂജാപ്രവൃത്തികൾ കൊണ്ട് ഉപജീവനം നടത്തുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ശാന്തിക്കാർ തമ്മിൽ ഒരു കൂട്ടായ്മയും ഒരു ഒത്തുചേരലോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. 40 വർഷത്തോളമായിട്ട് പല സ്ഥലത്തും പൂജകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ പരസ്പരം പരിചയപ്പെടാനുള്ള ഒരു അവസരമോ അതിനുള്ള ഒരു സന്ദർഭമോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതിന് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി മുംബൈയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ശാന്തിക്കാരും ക്ഷേത്രശാന്തിക്കാരും മറ്റ് സ്വതന്ത്ര പൂജാരിമാരും കൂടി നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് ബ്രാഹ്മണ ശാന്തി വെൽഫെയർ അസോസിയേഷൻ മുംബൈ. അതിൻ്റെ ചുരുക്കപ്പേര് ബ്രഹ്മസ്വം മുംബൈ എന്നാണ്. കരവിരാജിതശംഖചക്രകൗമോദകേ സരസിജം കരുണാസമുദ്രം രഥാസഹായമതി സുന്ദരം ദഹാസം വാതാലകേശമനുഷം ഹൃദി ഭാവയാമി നാരായണമൂർത്തി ഭഗവൻ. കേരളീയ താന്ത്രിക മാന്ത്രിക വൈദിക പാരമ്പര്യം അന്യസംസ്ഥാനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിൽ പ്രവാസി ശാന്തിക്കാരുടെ പങ്ക് വലുതാണ്. എന്നാൽ കൂട്ടായുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഭാരതം മുഴുവൻ ഇത് പ്രചരിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കൂട്ടായ്മ ഉടലെടുത്തത്.
ഒരു വർഷമായി ഈ സംഘടന ഇവിടെ നിലവിൽ വന്നിട്ട് 2015 ജൂൺ മാസത്തിൽ ചെറിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇത് തുടക്കം കുറിച്ചത്. പക്ഷേ ഇന്ന് ഏതാണ്ട് 75-ൽ പരം മെമ്പർമാർ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. കൂടാതെ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ ഭാഗത്തു നിന്നും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണവും ഈ സംഘടനയ്ക്ക് ലഭിക്കുന്നുണ്ട്. 2015 ജൂലൈ മാസത്തിൽ മുംബൈ നഗരത്തിലെ സയൺ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന കേരള ബ്രാഹ്മണ ശാന്തിക്കാരുടെ പൊതുയോഗത്തിലാണ് ഇത്തരമൊരു കൂട്ടായ്മ വേണമെന്ന ആവശ്യം ശക്തമായത്. തുടർന്ന് മുംബൈയിൽ താമസിക്കുന്ന ഇടത്തിരിഞ്ഞി മനക്കൽ നാരായണൻ നമ്പൂതിരി പ്രസിഡന്റായും ആമല്ലൂർ മന പരമേശ്വരൻ നമ്പൂതിരി സെക്രട്ടറിയായും താമരശ്ശേരി മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ട്രഷററായും മേനായം നീലകണ്ഠൻ നമ്പൂതിരി വൈസ് പ്രസിഡന്റായും വൈലേരി വാസുദേവൻ നമ്പൂതിരി ജോയിന്റ് സെക്രട്ടറിയായും കൂടാതെ മാങ്കുളം പുരുഷോത്തമൻ നമ്പൂതിരി, ആത്രശ്ശേരി നാരായണൻ നമ്പൂതിരി, കുന്നം ശശികുമാർ നമ്പൂതിരി, പ്രദീപ് എമ്പ്രാന്തിരി, വൈലേരി കൃഷ്ണകുമാർ നമ്പൂതിരി, സുനിൽ പോറ്റി എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും 11-അംഗ മാനേജിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. 2015 ജൂലൈ മാസത്തിൽ മുംബൈയിലെ സയൺ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് മുംബൈ യോഗക്ഷേമ സഭാ പ്രസിഡന്റ് കുന്നം വിഷ്ണു നമ്പൂതിരിയാണ് ബ്രഹ്മസ്വത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരെ മുംബൈയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകർ കയറിയിറങ്ങി ഓരോ ശാന്തിക്കാരനെയും നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞ് അവരെ ഇതിൽ മെമ്പർമാരായി ചേർക്കുകയും മുംബൈക്ക് പുറത്ത് പൂനെയിലും നാസിക്കിലും നാഗ്പൂരും ഞങ്ങളുടെ പ്രവർത്തകർ പോയി ശാന്തിക്കാരെ കണ്ട് ബ്രഹ്മസ്വത്തിൽ അംഗങ്ങളാകുവാൻ വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഇന്ന് കേരളത്തിന് പുറത്ത് ശാന്തി പ്രവൃത്തി ചെയ്യുന്നവരുടെ ഒരു വലിയ കൂട്ടായ്മയായി മുംബൈയിൽ ഈ ബ്രഹ്മസ്വം ഉടലെടുത്തിരിക്കുകയാണ്. നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, കേരളത്തിന് പുറത്ത് ഇത്തരമൊരു കൂട്ടായ്മ ശാന്തിക്കാരുടെ ഇടയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതിന് തുടക്കം കുറിച്ചത് ഈ മുംബൈ മഹാനഗരത്തിൽ നിന്നാണ്. ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ അക്ഷീണ പ്രയത്നഫലമായി മുംബൈയിലെ 90% ശാന്തിക്കാരെയും ഈ കൂട്ടായ്മയിൽ അംഗമാക്കാൻ കഴിഞ്ഞു. കേരളീയ ക്ഷേത്ര സംസ്കാരം നിലനിർത്തുകയും ഭാരതത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതുകൂടാതെ ശാന്തിക്കാർക്കും ക്ഷേത്ര നടത്തിപ്പുകാർക്കും വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്തു വരുന്നുണ്ട്. ബ്രഹ്മസ്വം എന്ന ഈ സംഘടനയെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു കുടുംബസംഗമവും ഓണാഘോഷവും ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ബ്രഹ്മസ്വത്തിലെ മെമ്പർമാരുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം പരിചയപ്പെടാനും ക്ഷണിച്ചു വന്നിട്ടുള്ള അതിഥികളെ പരിചയപ്പെടുന്നതിനും വേണ്ടിയിട്ട് ഉള്ള ഒരവസരം ഇതിലൂടെ ബ്രഹ്മസ്വം ഉണ്ടാക്കുകയാണ്. ഈ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നമ്മുടെ മെമ്പർമാരുടെ മക്കളും മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന ധാരാളം കലാപരിപാടികൾ നടത്തുന്നുണ്ട്. സമൂഹത്തിന് വേണ്ടി ബ്രഹ്മസ്വത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇത്തരമൊരു കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ബ്രഹ്മസ്വത്തിൻ്റെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ചെറിയ ഒരു പരിപാടിയിൽ നമ്മൾ വിശിഷ്ടാതിഥികളായി അധികമാരെയും വിളിച്ചിട്ടില്ല. നമ്മൾ തന്നെയാണ് ഇവിടുത്തെ വിശിഷ്ടാതിഥികൾ. നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ VIP കളാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട്
നമുക്ക് ചെയ്യാൻ പറ്റിയത് സംഘടനയിൽ മെമ്പർമാരെ ധാരാളം ചേർക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇന്ന് മുംബൈയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ഏതാണ്ട് 60% ക്ഷേത്ര ശാന്തിക്കാരും 90% സ്വതന്ത്ര പൂജാരിമാരും ബ്രഹ്മസ്വത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനം പകരുന്ന ഒരു വസ്തുതയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പരിമിതികൾ നമുക്കുള്ളതിനാൽ മറ്റുള്ള സംഘടനകൾ നടത്തുന്ന വാർഷിക പരിപാടികളും ഓണാഘോഷ പരിപാടികളുമായിട്ട് നമ്മുടെ പരിപാടികളെ തുലനം ചെയ്ത് നോക്കരുത്. വീരദേശായി ശ്രീകൃഷ്ണ ടെമ്പിൾ മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരിക്കും അതുപോലെ ജയദേവൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, അതുപോലെ നമ്മുടെ ഈ പരിപാടി ഇവിടെ നടത്തുവാൻ വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തെന്ന വീരദേശായി ക്ഷേത്ര ഭാരവാഹികൾക്കും മറ്റ് എല്ലാ അംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിക്കുന്നു. പരിഭവം മെല്ലയോടി വന്നു. ഓർമ്മയ്ക്കു പേരാണിതോണം, ഇല്ലായ്മ കൊല്ലാത്ത യൗവനങ്ങൾ, മുറ്റത്തെ മുക്കുറ്റി മുത്തകങ്ങൾ, മുഷ്ടിക്കരുത്താൻ മുഖം ചതഞ്ഞാത്മാവു നഷ്ടപ്പെടാതെത്ര സഞ്ചയങ്ങൾ. ഓർമ്മയ്ക്കു പേരാണിതോണം. കുരവയിട്ടു പാടി വരൂ കുരുവികളെ, കുരവയിട്ടു പാടി വരൂ കുരുവികളെ. കവിത പാടും തീരം കായലകൾ പുൽകും കണുവലിയും കാറ്റി ഇടയാറി ഇടയാടും തുളിരുളാവും നാട്. തുമ്പപ്പൂവിലും തൂമഴൊന്നിലാവമ്പിൽ തൂകിക്കൊണ്ടാ
ആകാശ വീതിയും അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാമര കൊമ്പിൽ മേൽ നിന്നു കോലോളം ദൂരം വാർത്ത മധുവോടുമോണപ്പൂക്കൾ യാത്ര പറയും പറമ്പിലൂടെ പൂജ കഴിഞ്ഞു നടയടച്ചു കാവിൽ കയറി തൊഴുതിറങ്ങി ഓണക്കളി കഴിഞ്ഞൂർന്ന ചായൽ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരലക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ കഥൈത ഭാരലക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ അമ്പിളിത്തല്ലണിയുന്ന തമ്പുരാന്റെ മകനൊറ്റ അമ്പിളിത്തല്ലണിയുന്ന തമ്പുരാന്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പുരാനെ കുമ്പിടുന്നേ ഞാൻ തതൈത കൊമ്പനുണ്ണി തമ്പുരാനെ കുമ്പിടുന്നേ ഞാൻ തതൈത. ഞാൻ ഒരു പഴയ ശാന്തിക്കാരൻ, ശാന്തിയില്ലാത്തവൻ, ശാന്തമായി വറ്റി വരന്തവൻ, കളങ്കത്തിൻ്റെ ക്ലാവു തീണ്ടാത്തവൻ, ആഭിജാത്യത്തിൻ മുഷിപ്പിനെ കോണകശീലയ്ക്കു മാറ്റിവെച്ചവൻ, പട്ടിണിയിലേക്ക് പൊട്ടിയ ദ്രവിച്ച പൂണൂലിനെ പൊട്ടിച്ചെറിയാൻ മടിച്ചവൻ, സംവർണർക്കു ഞാനൊരു വർണ്ണമുള്ളവൻ, സവർണർക്കു ഞാൻ വർണ്ണമില്ലാത്തവൻ, ശണ്ഠയില്ലാതെ ശുണ്ഠിയും കൊണ്ടു നടന്നവൻ, മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ കർക്കടക്കെടുതികൾ നീങ്ങവേ മൽ സങ്കൽപ്പ സ്വർഗദൂതൻ പോൽ ആരാൽ പൊന്നു ചിങ്ങവുമെത്തി അന്നൊരു നിശാന്തത്തിൽ ആലയാൽ തറ വേണം, നടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലയാൽ തറ വേണം, നടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുള
രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാടു താണ്ടാം. രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാടു താണ്ടാം. നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിലഗസ്ത്യനെ കാണാം. ഭാവിയിൽ വേദപഠന ക്ലാസ്, താന്ത്രിക വിദ്യാപീഠം, പുരാണ ഗ്രന്ഥശാല എന്നിവ സ്ഥാപിക്കാനും പദ്ധതി തയ്യാറാക്കി വരുന്നു. നമുക്കറിയാം, കേരളീയ താന്ത്രിക പാരമ്പര്യവും ഹൈന്ദവ ആചാരങ്ങളും ശങ്കരാചാര്യരുടെ കാലം മുതൽ തന്നെ ഭാരതം മുഴുവൻ പ്രസിദ്ധമാണ്. അതിനാൽ തന്നെ കേരളീയ താന്ത്രിക ആചാരങ്ങളോടും ബ്രാഹ്മണ ആചാരങ്ങളോടും മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ഒരു പ്രത്യേക ബഹുമാനം തന്നെയുണ്ട്. ഇന്ന് കാലക്രമേണ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. കേരളീയ താന്ത്രിക പാരമ്പര്യവും ആചാരങ്ങളും മറ്റു സംസ്ഥാനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ബ്രഹ്മസ്വത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. പൂജാവൃത്തി ഉപജീവനമാക്കിയെടുത്തിട്ടുള്ള നമ്പൂതിരി സമുദായത്തിൻ്റെ പുരോഗമനവും ഉന്നമനവും ഞങ്ങൾ ലക്ഷ്യമിടുന്നു. കേരളത്തിന് പുറത്ത് ഒരു വേദപാഠശാലയും മതപാഠശാലയും സ്ഥാപിച്ച് ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക്, വേദങ്ങളും പൂജാമന്ത്രങ്ങളും പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. ഇതിനുവേണ്ടി 11 മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. താൽക്കാലികമായി അത് മുംബൈയിലാണ് രൂപം കൊണ്ടുവന്നെങ്കിലും മുംബൈയിൽ തുടക്കം കുറിച്ച ഈ സംഘടന ഭാരതം മുഴുവനും പടർന്ന് പന്തലിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. അതിനുവേണ്ടി ഞങ്ങൾ അക്ഷീണം പ്രയത്നിച്ചു വരികയാണ്. ബോംബെക്ക് പുറത്തുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടിയും അവിടുത്തെ ശാന്തിക്കാരെയും പൂജാപ്രവർത്തികൾ ചെയ്യുന്നവരെ കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടന വിപുലീകരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയിൽ ഉടലെടുത്ത ഈ കൂട്ടായ്മ ഭാരതത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് ഈ കൂട്ടായ്മയുടെ വിജയമാണ്.